ഓരോ ശ്വാസവും നമ്മുടെ ജീവിതത്തിന്റെ താളമാണ്, ജീവന്റെ സ്പന്ദനം. പക്ഷേ നമുക്ക് ശ്വസിക്കുന്നത് അറിയാമോ? ശ്വാസമെടുക്കുന്നത് മാത്രമല്ല, ബോധപൂർവമായി ശ്വസിക്കാനാണ് യോഗശ്വസനം നമ്മെ പഠിപ്പിക്കുന്നത്. മുമ്പത്തെ വീഡിയോകളിലൂടെ 3 തരത്തിലുള്ള ശ്വസനങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഈ 3 തരത്തിലുള്ള ശ്വസനങ്ങൾ ചേർന്നാണ് യോഗശ്വസനം അഥവാ യോഗിക് ബ്രത്ത്. അബ്ഡോമിനൽ ശ്വസനം, തൊറാസിക് ശ്വസനം, ക്ലാവിക്കുലാർ ശ്വസനം എന്നീ ശ്വസനരീതികൾ ചേർന്നതാണ് യോഗശ്വസനം അഥവാ യോഗിക് ബ്രത്ത്. ദൈനംദിന ജീവിതത്തിൽ നമുക്ക് അനവധി സാഹചര്യങ്ങൾ നേരിടേണ്ടി വരുന്നു. ഉത്കണ്ഠ, ആനന്ദം, ഉത്സാഹം, ക്ഷീണം ഇവയെല്ലാം നമ്മുടെ ശ്വാസം സ്വാധീനിക്കുന്നു. യോഗശ്വസനം നമ്മെ ഈ മാറ്റങ്ങളെ നിയന്ത്രിക്കാൻ പഠിപ്പിക്കുന്നു. അതിലൂടെ ശരീരത്തെയും മനസ്സിനെയും ഏകീകരിക്കുന്നു. യോഗശ്വസനത്തിൽ ശ്വാസമെടുക്കുമ്പോൾ ആദ്യം ശ്വാസകോശത്തിന്റെ താഴത്തെ ഭാഗങ്ങൾ നിറയുന്നു. ഡയഫ്രം താഴേക്ക് നീങ്ങി വയറിനെ പുറത്തേക്ക് തള്ളുന്നു. ഇത് അബ്ഡോമിനൽ ശ്വസനമാണ്. പിന്നെ തൊറാസിക് ശ്വസനം. വാരിയെല്ലുകൾ പുറത്തു നീളുന്നു. മധ്യഭാഗം വായുവിൽ നിറയുന്നു. അവസാനഘട്ടം ക്ലാവിക്കുലാർ ശ്വസനം. തോളുകൾ അല്പം മുകളിലേക്ക് നീങ്ങി ശ്വാസകോശത്തിന്റെ മുകൾ ഭാഗം നിറയുന്നു. ശ്വാസം വിടുമ്പോൾ പ്രക്രിയ വിപരീതമായി നടക്കുന്നു. വാരിയെല്ലുകൾ അകത്തേക്ക് ചലിക്കുന്നു. വയറിലെ പേശികൾ ശമിക്കുന്നു. വായു മൃദുവായി പുറത്തൊഴുകുന്നു. ഓരോ ശ്വാസത്തിലും പഴയ വായു പുറത്ത്, ഓരോ പുതിയ ശ്വാസത്തിലും ജീവന്റെ പുതുശക്തി അകത്ത്. യോഗശ്വസനത്തിന്റെ ഉദ്ദേശ്യം ശ്വാസത്തെ ബോധപൂർവമായി നിയന്ത്രിക്കുക, മോശമായ ശീലങ്ങൾ മാറ്റുക, മനസ്സിനും ശരീരത്തിനും ശാന്തി നൽകുക എന്നതാണ്. യോഗശ്വസനത്തിന്റെ ഗുണങ്ങളെന്താണെന്ന് നോക്കാം. യോഗശ്വസനത്തിൽ ശ്വാസകോശം ലംബമായും തിരശ്ചീനമായും വികസിക്കുന്നു. ഡയഫ്രം മൂലം ലംബവികാസം വർദ്ധിക്കുന്നു. സാധാരണ ശാന്തമായ ശ്വസനത്തിൽ ഏകദേശം 500 മില്ലി വായുവാണ് ഉൾക്കൊള്ളപ്പെടുന്നത്. അതിൽ 150 മില്ലി വായു വെറും ശ്വാസനാളങ്ങളിലായിരിക്കും, വാതക കൈമാറ്റം നടക്കാത്ത ഭാഗങ്ങൾ. പക്ഷേ യോഗശ്വസനത്തിൽ 5 ലിറ്റർ വരെ വായു ഉൾക്കൊള്ളപ്പെടും. അതായത് രക്തത്തിലെ ഓക്സിജൻ അളവ് വർദ്ധിക്കുകയും മസ്തിഷ്കം, ഹൃദയം, കോശങ്ങൾ എന്നിവയ്ക്ക് കൂടുതൽ ഊർജം ലഭിക്കുകയും ചെയ്യും. ഡയഫ്രത്തിന്റെ വർദ്ധിച്ച ചലനം ആൽവിയോളയെ തുല്യമായി തുറക്കുന്നു, ശ്വാസകോശത്തിന്റെ മധ്യഭാഗം മുതൽ അഗ്രം വരെ. അതുവഴി ശ്വാസകോശത്തിൽ രോഗബാധിത മേഖലകൾ രൂപം കൊള്ളാനുള്ള സാധ്യത കുറയും. യോഗശ്വസനം അഥവാ യോഗിക് ബ്രത്ത് എങ്ങനെ പരിശീലിക്കാമെന്ന് നോക്കാം. ശവാസനയിൽ കിടന്ന് ശരീരം മുഴുവൻ ശാന്തമാക്കുക. പതുക്കെ ശ്വസിക്കുക. ഡയഫ്രം താഴേക്ക് നീങ്ങട്ടെ. വയറ് പൂർണ്ണമായി വികസിക്കാൻ അനുവദിക്കുക. ശബ്ദമില്ലാതെ സാവധാനം ശ്വസിക്കുക. ശ്വാസകോശത്തിന്റെ അടിഭാഗങ്ങളിൽ വായു നിറയുന്നത് അനുഭവിക്കുക. വയറിന്റെ വികാസത്തിനു ശേഷം നെഞ്ച് പുറത്തേക്കും മുകളിലേക്കും വികസിപ്പിക്കുക. അവസാനത്തിൽ കുറച്ചുകൂടി ശ്വസിച്ച് മുകൾ ഭാഗം അഥവാ കോളർ ബോൺ സമീപം നിറയുന്നത് കാണുക. തോളുകൾ ചെറുതായി ഉയരും. ഇതാണ് ഒരു പൂർണ്ണ ശ്വാസം. കടൽ തരംഗം പോലെ മൃദുവായ തുടർച്ചയായ ചലനമായിരിക്കണം. ശ്വാസം വിടുമ്പോൾ തോളുകളും നെഞ്ചും വിശ്രമിക്കട്ടെ. വയറിലെ മതിൽ പതുക്കെ നട്ടലിലേക്ക് വലിക്കൂ. വായു മുഴുവനും പുറത്തേക്ക് വിടൂ. ഇതോടെ ഒരു റൗണ്ട് പൂർത്തിയാകും. ഈ രീതിയിൽ 10 റൗണ്ട് യോഗശ്വസനം അഭ്യസിക്കുക. ദിവസേന സമയം കൂട്ടി 10 മിനിറ്റ് വരെ നീട്ടാം. ശ്വാസകോശം ബുദ്ധിമുട്ടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ശവാസനയിൽ വൈദഗ്ധ്യം നേടിയാൽ ഇരുന്ന് അഭ്യസിക്കാം. യോഗശ്വസനം ധ്യാനത്തിനു മുമ്പ് മനസ്സിനെ ശാന്തമാക്കാൻ നല്ലൊരു മാർഗമാണ്. പ്രാണായാമം ഒരു ഗുരുവിന്റെ അടുത്തുമെന്ന് അഭ്യസിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓരോ ബോധപൂർവ ശ്വാസവും ആത്മാവിന്റെ ശാന്തതയിലേക്കുള്ള ഒരു യാത്രയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടുതൽ ആത്മീയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.